ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓണമല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തിന് കഴിക്കാൻ പറ്റിയ ഒരടിപൊളി പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കി നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഉരുളിയിലേക്ക് നമുക്ക് ചെറുപയർ പരിപ്പ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു 500 ഗ്രാം ചെറുപയർ പരിപ്പുണ്ട്. ഇത് നമുക്ക് ഈ ഉരുളിയിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് ഇത് കഴുകി വേവിച്ചെടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1 കിലോ ശർക്കര നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഉരുക്കിയെടുക്കേണ്ടത്. ഉഴുന്ന് നല്ലവണ്ണം റെഡ് കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി ഒന്ന് തണുക്കാൻ വയ്ക്കണം. ഇതിന് ഒരു ചുവപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് മാറ്റി ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇതുപോലെ ഒരു പേപ്പറിലിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനി 1 ലിറ്ററോളം വെള്ളം നമുക്ക് ചൂടാകാൻ വയ്ക്കണം. ഈ വെള്ളം ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ കഴുകി ഇതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടാകട്ടെ. നല്ല കറുത്ത കളറുള്ള ശർക്കര എടുക്കുന്നതാണ് ഈ പായസത്തിന് നല്ലത്, പ്രഥമന് നല്ലത്. അതിന് നല്ലവണ്ണം ഒന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിലുള്ള കല്ലും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ ചെറുപയർ കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ കഴുകിയിട്ട് കുക്കറിൽ ഒരു 2 വിസിലിൽ വേവിച്ചെടുക്കാം. പക്ഷെ അതിനെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ തന്നെ ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത് കിട്ടുന്നതാണ്. ചെറുപയർ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 3 തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 500 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തത്. അതിന് 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ 1-ാം പാല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഇതിൻ്റെ മുകളിൽ കുറച്ച് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഒരു വെള്ള തുണിയെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ ഓരോ കിഴിയാക്കിയിട്ട് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ പാല് ഞങ്ങൾ 1-ാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അളന്ന് നോക്കാം. ഒന്നാം പാല് ഒരു 1.5 കപ്പ് 1-ാം പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാലെടുക്കാം. 2-ാം പാലിന് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് പാല് പിഴിഞ്ഞെടുക്കാം. പരിപ്പ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ശർക്കര കുറുക്കിയത് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ ശർക്കര കിടന്ന് ഒന്നുകൂടെ വെന്ത് വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് കുറുകണം. 2-ാം പാൽ ഒഴിച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അധികമായി പോകരുത്. ഒരു നുള്ളു ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കണ്ട. വേഗം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഒന്ന് വറുത്തിടാം. ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചുവന്ന് വന്നാൽ നമുക്ക് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. മുന്തിരിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതൊരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് പ്രഥമൻ റെഡിയായി. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ ഓണത്തിന് എല്ലാവരും പരിപ്പ് പ്രഥമൻ ട്രൈ ചെയ്ത് നോക്കുക.